മലൈക്കന്മാർ മാത്രമല്ല മനുഷ്യന്മാരിലുള്ള മനുഷ്യന്മാരെ മനസ്സുകൾ പല അങ്കലാപ്പിട്ട് കൊടുത്തിട്ട് മനുഷ്യന്മാരെ മനസ്സുകൾ എന്തെല്ലാം സങ്കല്പങ്ങൾ ആലോചന പണ്ട് കനികത്തെ വസ്വാസ് ഉണ്ടാക്കുന്ന കനികത്തെ ആൾമാർ മനുഷ്യന്മാരിലേക്ക് അങ്ങനെ ശർറിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ കാവലിനാണ് തേടേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജിബ്രീൽ ഓതുപാടി കൊടുത്തു പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ നാസ്. ജിന്നവർഗത്തെ ശൈത്താൻ വർഗത്തെ മാത്രമല്ല മനുഷ്യന്മാരിലുള്ള കനികത്തെ വസ്വാസ് ഉണ്ടാക്കുന്ന കനികത്തെ ആൾമാർ. അപ്പൊ ഏതായാലും റമദാൻ ഒന്നുകൊണ്ട് കാലിയാർ പ്രഖ്യാപിച്ചു. ശഅബാൻ 30 പൂർത്തിയായിട്ട് ഇന്നലെ മാത കണ്ടതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. ഞങ്ങൾ റമദാന്റെ ഒന്നാമത്തെ തറാവീഹ് കയറുമ്പോൾ മാത ചന്ത കണ്ടുകൊണ്ട് അപ്പ ഓർത്ത ചൊന്ന അതാ മാത കൊണ്ടെന്നു കത്തര ചന്ത ഒന്നാമത്തെ മാത എവിടെയെങ്കിലും കാണണ്ട. ഇണ്ട് മാത ജണ്ടല്ലേ ഇന്നലത്തെ നോമ്പുടെ കാലിയാറല്ലേ ഇല്ലാണ്ടാക്കി ഞങ്ങളെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടില്ലേ. ഇനി ഞങ്ങൾക്ക് 30 പൂർത്തി കിട്ടുക ഞങ്ങൾക്ക് എന്തെല്ലാ തരത്തെ വസ്വാസ്. അപ്പൊ ഞങ്ങളെ ചില ആൾമാരുണ്ട് എന്തും തെരിയാണ്ട് കാലി അങ്ങാട്ടെ ബായില്ലേ വെച്ചിട്ട് എവിടെയുള്ള എന്തെല്ലാം വിഷയം കിട്ടി ചർച്ചയാക്കണ കുറിച്ചൊന്ന് കാക്കട ആൾമാർ ഒക്കുബാവ അങ്ങ ചൊണ്ടത് സമല്ലേ ഓണക്ക് സമയെന്തിര തപ്പെന്തിര കൊന്തൈര 4 തിങ്കളിലെ കിടാവുക 6 തിങ്കളിലെ കിടാവ് ബയർ വലിച്ചോണ്ട് പോകേണ്ട കിടാവുക പറന്നോണ്ട് പോകേണ്ട കിടാവുക കറുമ്പും ഒന്നേ പാമ്പും ഒന്നേ. കാരണം പാമ്പ് വിഷമുള്ളത് കറുമ്പ് മധുരമുള്ളത് ചൊന്ന് വേർതിരിക്കണുള്ളേ. ആ ഒരു ബുദ്ധി വിവേചന ശക്തി കിടാവുകില്ല. അതുകൊണ്ട് കിടാവിടെ പരിപാലിക്കട ആൾമാർ അതെല്ലാം ജാഗ്രതയാക്കിയിട്ട് കിടാവോട് ജാഗ്രതയാക്കണം. പാമ്പുടെ വിട്ടിട്ടും പാമ്പുടെയും ജാഗ്രതയാക്കണം, പല്ലിയുടെയും ജാഗ്രതയാക്കണം, വാൾത്തയിൽ കുത്തുടലും ജാഗ്രതയാക്കണം. എല്ലാത്തിൽ നിന്ന് കിടാവിടെ ജാഗ്രതയാക്കണം. ആ കിടാവുകൾ വേർതിരിച്ചിട്ട് അടിയുന്നില്ല, ആ ശക്തിയില്ല. കാരണം കിടാവുക്ക് പാമ്പും കറുമ്പും പല്ലിയും എല്ലാം ഒന്നേ. അതുപോലെ ഞങ്ങൾക്ക് സരിയാ തപ്പാ ചൊന്നിട്ട് കൊന്താവണമെങ്കിൽ ആ ഒരു ബുദ്ധിയും ആ ഒരു പാണ്ഡിത്യവും ഇൽമും ഞങ്ങൾക്ക് വേണ്ടേ. അതുകൊണ്ടിട്ട് മാദത്തെ സൈസ് നോക്കിയിട്ട് 2, 3 ചൊന്നിട്ട് നിശ്ചയിക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യന്മാർ അവിടെ സ്വഹാബത്ത് ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോ അങ്ങ് നിലാവ് നല്ല വലിയതായി കാണുമ്പോ സ്വഹാബത്തിന്റെ നടുവിൽ ഒരു ചർച്ച ഉണ്ട്. എന്റെ മാത രണ്ടാമത്തേതായിട്ടിക്കോ അഥവാ മൂന്നാമത്തേതായിട്ടിക്കോ, ഒന്നാം മാത 2 അല്ലെങ്കിൽ 3 ചൊല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിൽ പ്രമുഖനായ ഒരു സ്വഹാബി ചൊല്ലുടോ, നിങ്ങൾ എപ്പോ മാത കണ്ടരേ, നിങ്ങൾ എപ്പോ കണ്ടത് അത് ഇണ്ടാണ് എങ്കിൽ ഇണ്ട് ഒന്നാമത്തെ മാതമായിട്ട് കേട്. അതല്ലാണ്ട് 2, 3 മാതത്തെ സൈസ് നോക്കിയിട്ട് തീരുമാനിക്കണ്ട. തിരക്ക് പോയില്ലേ മാതത്തെ സൈസ് നോക്കിയിട്ട് 2, 3 തീരുമാനമാക്കേണ്ട ചങ്ങായി. 6 നിൽക്കത് പരിപാടിയെ ഇനി അതിലേക്കാണ് വലിയ ഒരു രസമേന, ഇതിലേക്കാണ് വലിയ ഒരു നല്ല ആശ്ചര്യമായ ഇൽമു വേണം. മാത ഞങ്ങൾ കണ്ടില്ലാണ്ട് പേരിക്കുക. ഇത് സാന്ദർഭികമായി നാ ചൊല്ലേ പണ്ട് റമദാൻ പറമ്പ് ഇങ്ങനത്തെ ചർച്ചക്ക് ആസ്പദ കൊടുക്കണ്ട. ഇൻഷാ അല്ലാഹു ജീവിതത്തിൽ ധാരാളം റമദാനെ സ്വീകരിക്കുന്നത് തൗഫീഖ് ചെയ്യട്ടെ. മാത ഞങ്ങൾ ജാവുക എല്ലാവരും നിന്റെ സ്ലാബ് പറ്റി നോക്കിയ മാത കണ്ട 4 പെരുന്നാളാവാ ആയിട്ട് പെരുന്നാളായില്ല. 29 നോമ്പ് പിടിക്കൊണ്ടു ബേജാറായിട്ടില്ല. 30 നോമ്പ് പിടിക്കോ ഭാരീ ബേജാറൊക്കെ പെരുന്നാൾ ആയിരട്ടെ ആവട്ട് ബാബ മാത കണ്ടെങ്കിലല്ലേ പെരുന്നാൾ. അവിടെ മാത കണ്ടില്ല. എവിടെ മാവർ ദുനിയാവിലും മാത കണ്ടൂല. അല്ലെങ്കിൽ മാത ഞങ്ങളെ മുറ്റത്തിലെ കണ്ടൂല. ഞങ്ങളെ കാളിയാർക്ക് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. വലിയ വിഷയമല്ല. ഞങ്ങളെ കാളിയാർ ചൊന്നതാണ് ഞങ്ങൾക്ക് വിഷയ. അതിനപ്പുറത്തേക്ക് നോക്കണമെങ്കില്ല. അങ്ങനെ ഞങ്ങളെ കാളിയാർ എന്തിനു ചൊന്തു മാത കണ്ടിട്ടില്ല. 4 പെരുന്നാളല്ല 30 പൂർത്തിയാക്കി 4 പെരുന്നാൾ ചൊന്തു. തലക്ക് സമാർത്താക്കിയോളൂ. ഉച്ചക്ക് ളുഹുർ നിസ്കരിക്കണോ പറയുമ്പോ 30 നോമ്പിടിച്ചിട്ട് പോകണം. പെരുന്നാളല്ല. ഓണക്ക് ഭാരി ബേജാറുണ്ടോ. അപ്പുറത്തെ രായത്തങ്ങ അപ്പുറത്തെ ജില്ലടങ്ങല്ല ബിരിയാണി ഉണ്ടോ. ഓണ് ഭാരി ബേജാറ് തിന്നണക്കാവില്ലല്ലേ. ഓണ് ബേജാറിന് പള്ളിക്ക് പണ്ട് ളുഹുർ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ മോടത്തയുടെ മാത കണ്ടോ അപ്പല്ലേ ഓണം ഒന്നാ ഫോട്ടോ എടുത്ത് സൂമാക്കിട്ട് അല്ലെങ്കിൽ ബാക്കി പോലെ ചങ്ങായിമാരെ കൂട്ടിയെ വന്ന് കാട്ടി അത് മാത കാണ്ടി ഇന്നലെ ജാവത്തെ മാത കാളിയാർ ഞങ്ങൾക്ക് ഹറാമായ നാളെ നോമ്പിടി പാട്ടി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓണു ജാഹിലായക്ക് കാളിയാർ ഉത്തരവാദിയാ. ഉച്ചനേരം മാത കണ്ടെങ്കിൽ ഇന്നലെ ജാവത്തെ മാത നോമ്പിപ്പലെ പൊടുവ ഓടിപ്പോയിട്ട് ജ്യൂസ് കുടിക്കലല്ല. പിന്നെ ആ മാതത്തെ സംബന്ധിച്ച് പരിശുദ്ധമായ ഇസ്ലാം അറിഞ്ഞ പണ്ഡിതന്മാർ ചൊല്ലോട് അതിന് പണ്ഡിതൻ ജാവുടെ മാതമാ, അതിന് ബറുണുക പോണ്ട ജാവുണ്ടല്ലേ ആ ജാവുടെ മാതമാണ്. അത് പെരുന്നാളിലെ ജാവോട്ട് നിരീക്ഷക ജാവ് കഴിഞ്ഞിട്ടുള്ള പോലും കണ്ടെങ്കിൽ ഒരാളും നുപ്പോടെ പിടിച്ച നോമ്പുടെ പുടണ്ട.
അതല്ല റമദാന്റെ ഒന്നാം വാച്ചൊന്ന് പ്രതീക്ഷിച്ച് ജാബുലോ മാത കണ്ടത് സ്ഥിരപ്പെടാട്ട് ശഅബാന്റെ 30 നാള് ചൊല്ലിട്ട് നിങ്ങൾ എല്ലാരും തിണ്ടോടിക്കൊമ്പത്തുകോ നിങ്ങൾക്ക് മീത്ത മാത പോൾ മണമാ ഉച്ചൽ പിന്നമാ കണ്ടെങ്കില് ഒരാളും അങ്ങനെ ഒരു നോമ്പ് പൊയ്തല്ലേട്ട് ബേജാറാവണ്ട ഉച്ചൽ പിന്നെ പൈച്ചിതൈ കണ്ട അതിന് ഭരണുകുള്ള ജാവടെ മാതമാ അപ്പൊ ഞങ്ങൾക്ക് ഇൽമില്ലാത്തത് കൊണ്ടിട്ട് കാളിയാർമാർ ഉത്തരവാദിയാവില്ല, അല്ലെങ്കിൽ ഖതീബന്മാരോ പണ്ഡിതന്മാർ ഉത്തരവാദിയാവില്ല. ഞങ്ങൾ ഇൽമില്ലാത്തത് കൊണ്ടിട്ട് ആരെന്താ? അപ്പൊ ജാഹിലിങ്ങളുടെ വിഷയത്തിൽ കാത് കൊടുക്കണം. ജാഹിലിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ പോവണ്ട. ആലിമീങ്ങൾ എന്തെങ്കിലും ഒരു പലക്ക് ചൊന്നെങ്കിൽ സംശയം എന്നെങ്കിൽ ആലിമീങ്ങളുടെ അതിനെ തീർക്കണോ? അല്ലാണ്ട് സാധാരണക്കാർ വെച്ചിട്ട് അന്യ ചർച്ചയാക്കണ തീര അദബാണ് വലിയ വിഷയം. നല്ല ബഹുമാനം അള്ളാഹു ആദരിച്ചതിലെല്ലാം ആദരിക്കും. അള്ളാഹു ആദരിച്ച വ്യക്തികളെ അള്ളാഹു ആദരിച്ച ജാഗരെ അള്ളാഹു ആദരിച്ച സമയത്തെ അള്ളാഹു ആദരിച്ച എല്ലാത്തിനും സകലതരം ആദരിക്കണം. അത് ഈമാൻ അടിസ്ഥാനമാണ്. ആ അദബ് എതിരാവള എന്തെങ്കിലും ഒന്ന് വന്നുപോയെങ്കിൽ അങ്ങ് അതോടുകൂടെ ഈമാൻ നഷ്ടപ്പെട്ടു പോവോ. അതാണ് പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ അറാഫിന്റെ 176ാമത്തെ ആയത്തില് ഇസ്മുൽ അഅ്ദം തെഞ്ഞ മഹാനില്ലേ ബൽഅമുബന ബൗറ കാഫിറായി പോണുകോ. അയാളൊരു നായിടെ പോലെ ഖുർആൻ ചൊല്ലുകൊള്ള കാരണ അല്ലാഹു ആദരിച്ച മൂസാ നബിയെ അയാളെ അനാദരവ് കാട്ടിയതാണ്. അയാള് മൂസാ നബി അംഗീകരിച്ചില്ല. അഥവാ മൂസാ നബിയുടെ അദബ് എതിരാവിടെ പ്രവർത്തനങ്ങൾ വന്നു പോയപ്പോ അയാളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോയില്ലേ. എത്ര ആളുമാറുണ്ടോ ആദരിക്കുന്നതിനെ ആദരിക്കാത്ത സമയത്തില് അങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചില ഔലിയാക്കന്മാർ വിലായത്തിന്റെ പദവി എത്തണകുള്ള കാരണം എന്തിനെ കൊണ്ടുള്ള അത് ആദരിക്കണകുള്ളതിന്റെ വലിയ ആദരവാണ്. ആരെന്തും ചൊല്ലണ്ടല്ലേ. എന്റെ പിരിച്ചപ്പെട്ട മിത്തബയിലെ സഹോദര സഹോദരിമാരെ മനസ്സിലാവണോ. ഈ പള്ളിയുടെ വലത്തെ ഭാഗത്തില് അള്ളാന്റെ വലിയ അന്ത്യവിശ്രമം കൊണ്ടിട്ടുണ്ടെങ്കില് ആരുടെ പേരിലാണോ ഉറൂസ് നടത്തപ്പെടുന്നേ, ആരുടെ പേരിലാണോ വാഴ പാരമ്പര്യം നടന്നുകൊണ്ടുള്ളേ. അള്ളാന്റെ വലിയാണ്, അള്ളാന്റെ പിരിച്ച വെച്ച ആളാണ്, അള്ളാന്റെ സ്നേഹിച്ച ആളാണ്, അള്ളാന്റെ പിരിച്ച ഇപ്പറവും കിട്ടിയ മഹാനാ. അള്ളാന്റെ ഔലിയാക്കന്മാരെ ആദരിക്കണത് ഈമാനല്ലേ. അള്ളാന്റെ ഔലിയാക്കന്മാരെ ആദരിച്ച നായിക പോലും അള്ളാന്റെ സ്വർഗം കിട്ടില്ലേ. നിങ്ങൾ ഔത്തുള്ള ബദരിയത്ത് നോക്കൂ. നിങ്ങൾ ഔത്തുള്ള ബദരിയതിനെ നടുലോ ചെറിയ ഒരു റൗണ്ടുല ചൗക്കാഗ്രത്തില. അതാ ചില പേരിങ്ങനെ റൗണ്ടിൽ എന്തിട്ട് അതിനെ നടുവിലൊത്തിത്തുമീറുള്ള ഒരു പേരുള്ളൂ. ആ റൗത്തിലെല്ലാം ബദരിയത്തുണ്ട. അങ്ങനെ ഔത്തുകത് വലിയ കാവലാണ് മുസ്ലിമേ. അകലൗത്തുള്ള ബദരിയത്തിനെ ഒന്ന് പത്തിട്ട് മുട്ടുപോയി നോക്കണം. അതിനെ നടുവിലൊട്ടിന്റെ പേരുണ്ടല്ലേ. അതൊരു നായിയുടെ പേരാണ്. ഏത് നായി കൊണ്ടുള്ള അള്ളാന്റെ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ കഹഫ് എല്ലാ വെള്ളിയാസമോദുക സുന്നത്തുൽ അൽ കഹഫ് സൂറത്തുണ്ടല്ലേ. ആ സൂറത്തിന് ചില ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തരുത്. ഔലിയാക്കന്മാരെ പിറകെ നടന്ന നായിയാണ്. ആ ഔലിയാക്കന്മാരെ സ്നേഹിച്ചിട്ട് അങ്ങനെ പിറകമേ നായി ഇങ്ങനെ നടക്കുമ്പോത്തുകൂ ആ നായിയുടെ എത്തരപ്പെട്ട ആട്ടുണുക നോക്കുമ്പോത്തുകൂ നായി തിരിഞ്ഞു പോണ്ടില്ല. അവസാനം ചെറിയ ഒരു കല്ലെറിഞ്ഞിട്ട് നായിന്റെ ഓടുപാട്ടുക നോക്കുമ്പോത്തുകൂ അതാ ജന്റെ കാലിലെ നായി ഇങ്ങനെ നിന്നിട്ട് ചൊല്ലോടൂ. അള്ളാന്റെ പിരിച്ച വെച്ചങ്ങനെ നക്ക് വലിയ പിരിച്ചമാണ്. അള്ളാന്റെ പിരിച്ച വെച്ച് നിങ്ങളൊട്ടിക്ക് പിരിച്ചമുണ്ടോ. അള്ളാന്റെ സ്നേഹിച്ച് നിങ്ങൾക്ക് കാവല് നിൽക്കണക്ക് വേണ്ടി നാട് പണ്ടേ ചൊല്ലുമ്പോത്തുകൂ അള്ളാന്റെ റസൂൽ ഈ ആയത്തിനെ ഓതി കൊടുത്തുകൂ. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനിട്ട് ചൊല്ലുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സ്വഹാബ ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹ്
അള്ളാന്റെ ഔലിയാക്കന്മാരായ ബാളകാറുമാരില്ലേ, അങ്ങനെ പിരിസപേക്ഷിച്ച് പിറകെ നടന്ന നായി ഉണ്ടല്ലേ, എന്നാൽ അള്ളാന്റെ സ്വർഗത്തും അങ്ങനെ പിറകെമേ പോവോ. ഈമാനുള്ള മുസ്ലിം അല്ല, 5 വഖത്ത് അള്ളാന്റെ പള്ളിയിൽ വന്ന് നിസ്കരിച്ച ഒരു മുഅ്മിനെ സംബന്ധിച്ചിട്ടല്ല, അള്ളാന്റെ ഔലിയാക്കന്മാരെ ഖബർ സന്ദർശിച്ച കനികത്തെ, അള്ളാന്റെ ഔലിയാക്കന്മാരെ സിയാറത്താക്കിയ കനികത്തെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ചൊല്ലിയതല്ല. തൊട്ടെങ്കിൽ 7 വട്ട കല്ലുകൾ നിർബന്ധമായ അയിന് നജസായ നായിനെ സംബന്ധിച്ചിട്ട് ചൊല്ലുടോ. അള്ളാന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചിട്ട് പിരിസപെച്ച് പിറകെ നടന്നതുകൊണ്ടോ അങ്ങനെ കൂടെ നാളെ അള്ളാന്റെ സ്വർഗ്ഗത്തുകാർ ഈമാനുള്ള മുസ്ലിം ഒന്ന് ചിന്തിക്കണു. അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കരുത്, ഈമാനുക കാരണമാണ്. അല്ലാഹ് ബഹുമാനിച്ചതിനെ നിസ്സാരപ്പെടുത്തരുത്, കുഫ്രിയത്തുക കാരണമാണ്. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ഈ പള്ളിയിൽ എത്ര വർഷ ദർസ് നടത്തിയത് നന്റെ കാണയാറെ കൊണ്ടുള്ള ആളുമാരല്ല നിങ്ങ. വിനയത്തെ പ്രതിരൂപമായ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് പരിശുദ്ധമായ ഇൽമുക നേതൃത്വം കൊടുത്ത കങ്കത്തെ ഈ പരിസരത്തുള്ള എല്ലാ പള്ളികൾ ഉണ്ടാവുന്നത് കാരണം, എല്ലാ മദ്രസകൾ ഉണ്ടാവുന്നതില്ല കാരണം, മദ്രസയില്ലാത്ത റായത്തിൽ പോലും പൈസക്കാരെ പിടിച്ച് മദ്രസ കെട്ടുപാട്ടില്ലേ, പള്ളിയില്ലാത്ത റായത്തില് അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതില്ല ഭവനത്തെ പൈസക്കാരെ പിടിച്ച് കെട്ടുപാട്ടി കൊടുത്തില്ലേ. എത്ര യതീമീങ്ങൾക്ക് സംരക്ഷണം കൊടുത്തു, എത്ര സ്വറയില്ലാത്ത സ്വറവുണ്ടാക്കി കൊടുത്തു, എത്ര പാവപ്പെട്ടങ്ങൾ ഔത്തുക്ക് പോയിട്ട് മുൽപുട്ടിട്ട് അള്ളാന്റെ പേടിയുന്ന കങ്കത്തെ അള്ളാന്റെ ആരിഫായ മിത്തബൈൽ ഉസ്താദ് തുറന്നൊരു പടച്ചോണി ഇങ്ങനെ നെയ്പ്പുള്ള പറമ്പത്തുകൂടല്ല. ഈ റായത്തിലും ഈ റായത്തെ ചുറ്റുഭാഗത്തുള്ളേ എത്ര വരെ പൈസക്കാർ ഇണ്ടും അങ്ങനെ ചൊന്നുകൊണ്ടുള്ളാറ്. ഇതെല്ലാത്ത കാരണം മിത്തബൈൽ ഉസ്താദിന്റെ ദുആയാണ്. അങ്ങനെ ദുആക്ക് ഇജാബത്തുണ്ടോ, അങ്ങനെ ദുആക്ക് ഉത്തരമുണ്ടോ, അങ്ങനെ ദുആക്ക് അല്ലാഹ് സ്വീകരിക്കടാ. എന്റെ കാരണം കൊണ്ടുണ്ടാ അല്ലാഹ് ബഹുമാനിച്ചതിനങ്ങ് ബഹുമാനിച്ചത് കൊണ്ടു. ബഹുമാനപ്പെട്ട മിത്തബൈൽ ഉസ്താദ് വഫാത്തായി പോയപ്പോ മിത്തബൈൽ ഉസ്താദിന്റെ ജനാസ കുളിപ്പാട്ടിയ കനികത്തെ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹു ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ ഉസ്താദിന്റെ അതേ നടപടിക്ക് ജീവിതത്തിൽ കൊണപൊന്നോച്ചൊന്ന് ആഗ്രഹിച്ച കനികത്തെ സരളമായ വ്യക്തിത്വത്തിൽ ജീവിച്ചിട്ട് വലിയ ഒരു യതീം ഖാനത്തിന് നേതൃത്വം കൊടുത്തിട്ടു. ആ യതീം ഖാനത്തെ മണ്ണിലേന്റെ അന്ത്യവിശ്രമം കൊണ്ടുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിന്റെ ശിഷ്യനായ ഹംസ ഉസ്താദ് ഉണ്ടല്ലേ, ഹംസ ഉസ്താദ് ഞങ്ങളിട്ടിക ചൊല്ലുടോ. ഉസ്താദിനെ ജനാസ കുളിപ്പാട്ടുനാള് മുട്ട നിക്കൊമ്പത്തുകോ. ഉസ്താദിനെ കാണുമ്പോ എന്റെ കൈകാല് പറക്കുക തുടങ്ങരുത്. ഉസ്താദ് ഉറങ്ങിയതുപോലെയുണ്ടോ, കണ്ണു മുച്ചിട്ട് ഉറങ്ങിയ പോലെ ഉസ്താദിനെ കാണുമ്പത്തുകോ. ഉസ്താദ് ഉറങ്ങിയപ്പോ ശിഷ്യന്മാർ മുട്ട പോണ്ടില്ല, കാരണം ഉസ്താദിനെ ഉറക്കുക തൊന്തരായി പോയിരോ. പാതിര ജാതകങ്ങൾ എല്ലാം കൊണ്ട് തയ്യാറില്ല. അങ്ങ ഉസ്താദ് ഉറങ്ങ ജാഗൊന്നും നടന്നുകൊണ്ട് പോണുക പോലും പേടിക്കരേ. ചൊന്തഞ്ഞ ഉസ്താദിനെ ഉറക്കുക തൊന്തരായി പോയിരുവാ. ആ ഉസ്താദ് വഫാത്തായി കിടന്നപ്പോ പോലും ഉസ്താദിനെ ജനാസ കുളിപ്പാട്ടണ ഭാഗ്യം കിട്ടിയ ഉസ്താദ് ചൊല്ലുടോ. നക്ക് ഉസ്താദിനെ കാണുമ്പോ പേടിയാവുക തുടങ്ങിട്ട് നക്ക് കുളിപ്പാട്ടുക ധൈര്യം കണ്ടില്ല. ഹംസ ഉസ്താദ് നേരിട്ടിട്ട് ചൊന്നതാണ്, പലരും അത് കേട്ടെടുക്കുവാറ്. അവസാനം ഉസ്താദിനെ ജനാസത്തെ ആ കൈയുണ്ടല്ലേ, ആ കൈക്ക് തെല്ല തന്നി വീത്തിട്ട് ആ തന്നി കൊണ്ട് നന്റെ മുഖത്ത് ഒന്ന് തടക പാട്ടിട്ട് പിന്നെയാണ് ഉസ്താദിനെ ജനാസ നാണ് കുളിപ്പാട്ടിരേ. ആ ഹംസ ഉസ്താദ് ചൊല്ലുടൂ, എത്രമാ വർഷം മിത്തബൈൽ ദർസ് പഠിക്കുമ്പോ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ഖുർആന്റെ മുതഅല്ലിമീങ്ങൾ ബോധി കൊടുക്കുമ്പോ ഖുർആന്റെ വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോ ഹദീസിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ പണ്ഡിതന്മാരായിട്ട് ഈ ലോകത്ത് സമർപ്പിച്ച എത്രയോ ശിഷ്യന്മാരില്ലേ. ആ ശിഷ്യന്മാർക്ക് ഇൽമു ചൊന്നു കൊടുക്കുമ്പോ ഒരേ ഒരു നാള് പോലും ഒരേ ഒരു കളിക പോലും പള്ളിയുടെ വലത്തെ ഭാഗത്ത് കാല് നീട്ടി വെച്ചില്ല. എന്തൊക്കെ കൊണ്ടുണ്ടാ
അള്ളാന്റെ വലിയ അന്ധവിശ്രമം കൊണ്ട് ജാഗയല്ലേ, അള്ളാന്റെ വലിയ മറപ്പെട്ട് കിടക്കുന്ന ജാഗയല്ലേ. ആ ഭാഗത്തേക്ക് കാല് നീട്ടിട്ട് മിത്തബീൽ ഉസ്താദ് വെച്ചത് എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട മിത്തബീൽ ഉസ്താദിന്റെ ശിഷ്യന്മാർ ചൊല്ലുമ്പോ മസാല കേൾക്കണ, കബറിന്റെ നേരെ കാല് നീട്ടണ പാടില്ലാണ്ടുണ്ടാ. കബറിന്റെ ആവശ്യമില്ലെങ്കിൽ ചൂട്ടിയോണ്ട് പോവാണ്ട് മസാലയില്ലേ. അതിനടുത്ത ഏത് കബറിനെ പറ്റി നടക്കോറുണ്ടല്ല. നിങ്ങൊരു മയ്യത്തിനെ മറമാടുമ്പോ കബുർസ്ഥാനത്തിൽ മൂലൊരു ചാകിട്ടര് അതിരെ മുട്ട പോണെങ്കിൽ ഒരുപാട് കബറ് കടന്നു പോണായി പണ്ട്, കബറ് ചവിട്ടനായി പണ്ട്. എങ്കിലും സാരമില്ല, കബറിന് മേലെ പോവല ദോഷമില്ല, കറാഹത്ത് പോലുമില്ല. അതല്ല നിങ്ങളെ സംബന്ധത്തിൽപ്പെട്ട് ദൂരത്തെ സംബന്ധത്തിൽപ്പെട്ട ആളാണെങ്കിലും അങ്ങനെ കബർ സിയാറത്താകൊണ്ട് നിങ്ങൾക്ക് മനസ്സായപ്പ ആ കബറിനെ മുട്ട പോണെങ്കിൽ ഒരുപാട് കബറിങ്ങനെ കടന്നുകൊണ്ട് പോണായി പണ്ട്. എങ്കിലും കബർ കടന്നു പോകേണ്ടതിൽ ഒരു തപ്പുമില്ല, ഒരു ദോഷവുമില്ല. ഈ മസല മിത്തബയിലെ ഉസ്താദ് ഗൊന്തില്ല. അല്ല മോഹന അങ്ങക്ക് അള്ളാന്റെ പേടിയാണ്. അല്ല ബഹുമാനിച്ചത് രുചികൊള്ള എല്ലാത്തെയും ബഹുമാനമാണ്. അതുകൊണ്ട് അള്ളാടെ വലിയ കിടന്ന ജാഗക കാല് നീട്ടുക പോലും അങ്ങക്ക് ധൈര്യമില്ല. അത് അതമാണ്, അത് പാണ്ഡിത്യമാണ്, അത് അള്ളാന്റെ റസൂല് പരിപാടി ഇന്നുകൊണ്ട് ഉപകാരം കിട്ടിയ പണ്ഡിതന്മാരാണ്. അതൊക്കെ വിരുദ്ധമായി ജീവിച്ചെങ്കിൽ എത്ര വലിയ വലിയാണെങ്കിലും അള്ളാഹു അങ്ങനെ ഈമാന്റെ നിഷ്ഫലമാക്കറാ. അതുകൊള്ള സ്പഷ്ടമായ ഉദാഹരണമാണ് പരിശുദ്ധ ഖുർആനിൽ ചൊന്ന ബൽഅം ഇബ്നു ബഊറ. അപ്പനാ ചൊന്നോട്ട് വന്നേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിക, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിക. അല്ലാഹുവിന്റെ റസൂൽ എന്തിരയാണോ ചൊല്ലുടെ അതല്ലാതെ സ്വീകരിക്കട കനികത്തെ വലിയ അദബുള്ള കനികത്തെ പാണ്ഡിത്യമുള്ള സ്വഹാബത്താൻ. ആ സ്വഹാബികളിൽപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് മായ്ക്കണക്ക് തയ്യാറാവില്ല. നബിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ എതിരെ നാം മായ്ക്കില്ല. ഞങ്ങൾ വിഷയത്തിൽ കിടക്കുക. അവസാനം അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബികളുടെ അലിയാർ തങ്ങളുടെ കേക്കടെ അത് എവിടെ എന്തിനെ കാട്ടോട് അതിനെ മായ്ക്കണം. അതിന് അല്ലാഹുവിന്റെ റസൂൽ മായ്ച്ചിട്ട് എന്തിനാ അബ്ദുള്ള മുഹമ്മദ് ബിൻ അബ്ദുള്ളയുടെ മോൻ മുഹമ്മദ് ആ ഇസ്ലാമിന്റെ ശത്രു അങ്ങ് ചൊന്നകനിക്കാൻ ആവട്ടെ സാരയില്ല, ഞങ്ങൾ താൽമലിക്കുക, ഞങ്ങൾ അല്ലാഹു കൈകൊടില്ല. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അല്ലാഹു ക്ഷമയുള്ള ആളുമാരൊട്ടികെ, അല്ലാഹു ക്ഷമിക്കുന്ന ആളുമാരൊട്ടികെ. അല്ലാഹുവിന്റെ റസൂൽ ബദലെ ആ മുശ്രിക്കീങ്ങളെ പിന്നെ ഒരു അഗ്രിമെന്റിൽ എഴുതുന്ന പോയിന്റ് എന്തിനെ കൊണ്ടുണ്ട് മുഹമ്മദേ ഞങ്ങളുടെ ഭാഗത്തെ അതായത് മക്കത്തിൽ നിന്നിട്ട് ആരെങ്കിലും ഒരാൾ മദീനത്തേക്ക് വന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി ചൊന്നെങ്കിൽ മുസ്ലിമായിട്ട് നിങ്ങൾ അയാളുടെ കൂട്ടിയുള്ള അയാളുടെ പിറകെടുത്തു, ഞങ്ങളെ രായത്തിക അയാളുടെ പിറകെടുത്തണോ, ഞങ്ങളെ വിട്ടു പറഞ്ഞ ഒരാളെ നിങ്ങൾ തൊലകു തീര അയാളുടെ പിറകെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിക്കട്ടെ ആവൂ അഗ്രിമെന്റ് എൽതൊക്കെ ചൊല്ലു ഞങ്ങൾക്ക് സമ്മത. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു സ്വഹാബികൾ ചൊല്ലാതെ വേണ്ട നബി അതൊന്നും എൽതണ്ട. അല്ലാഹുവിന്റെ റഹ്മാനും റഹീമും ചൊല്ലുമ്പോൾ എൽതൊക്കെ പൊട്ടില്ല, തങ്ങൾ അതൊക്കെ ഒത്താറ്. അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദിന്റെ അതും പൊട്ടില്ല, അതും അല്ലാഹുവിന്റെ റസൂൽ ഒത്താറ്. ഇത് എന്തൊരു ന്യായ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ കൂടണ്ട, ഞങ്ങളുള്ള നബി ഞങ്ങളുടെ കൂടെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ വന്നിട്ട് കേൾക്കട്ടെ, യാ റസൂലല്ലാഹ് ഞങ്ങൾ ഹക്കിലല്ല നബിയെ, ഞങ്ങൾ ന്യായത്തിലല്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചു ന്യായത്തിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമർ കേൾക്കട്ടെ നബിയെ, ഇപ്പം ഈ ഒരു യുദ്ധം നടന്നെങ്കിൽ ഞങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ഷഹീദായെങ്കിൽ അത് സ്വർഗ്ഗത്തിലെ നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുക അതേ ഉമറേ, ഞങ്ങളിൽ ഒരാൾ ഷഹീദായെങ്കിൽ സ്വർഗ്ഗത്തിലെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേൾക്കട്ടെ നബിയെ, നിങ്ങൾ നബിയല്ലേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചിട്ട് ചൊല്ലുക അതേ ഉമറേ, ഞാൻ നബിയാണ്, അല്ലാഹുവിന്റെ റസൂലാ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കേൾക്കട്ടെ പിന്നെ എന്ത് വിട്ടുകൊടുക്കുന്നു നബിയെ, ഈ കറാറെ ബൽശരിയോർ നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞങ്ങളുള്ള അല്ലാഹുവിന്റെ റസൂൽ ഉമറേ സമാധാനാക്കോ. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുമാർ, ക്ഷമയുള്ള താഴ്മയുള്ള ആളുമാരുടെ അല്ലാഹുവിന്റെ സഹായമുണ്ട്. നിങ്ങൾ സബറാക്കോ.
ഉമർ ഖത്താബ് സമാധാനമില്ല ബദലെ അങ്ങ് പിന്നൊരു അഗ്രിമെന്റ് പിന്നൊരു പോയിന്റ് ബദലെ ഇത്തരാമത്തും മുഹമ്മദേ നിങ്ങളുടെ ഭാഗത്തെ ഏതെങ്കിലും ഒരാൾ മക്കത്തേക്ക് വന്നിട്ട് മുഹമ്മദിന്റെ ദീന്റെ നാടുന്നെ നാണങ്ങനെ പല ദീനിಗೆ ಬಂಡಾಚೊಂದು ഞങ്ങളൊട്ടിಗೆ ಬಂನೆങ്കിൽ ഞങ്ങെന്തു അങ്ങനെ പിറകെ കടത്താല അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചോണ്ട് അതുമാവൂ ഉമർ ഖത്താബ് തുടിക്കൊണു തുടങ്ങി നേരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊട്ടിಗೆ പോണ്ട് അബൂബക്കർ ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ സുബ്ഹാനല്ലാഹ് ഈമാൻ ഇല്ലാണ്ടല്ല നബി തങ്ങളുടെ സംശയം എന്നിട്ടല്ല അങ്ങ് സതിക്കുണുകാവില്ല ഇസ്ലാമിന്റെ എതിരെയുള്ള ശത്രുക്കളുടെ ആക്രമണവും അങ്ങനെ അനാചാരവും അങ്ങനെ ഈ ഒരു വേണ്ടാത്ത പ്രവർത്തനവും ഇസ്ലാമിന്റെ എതിരുള്ള കണ്ടിട്ട് ഷഡ്യന്ത്രത്തെ സതിക്കുണുകാവാണ്ട് ഖത്താബിന്റെ മോള് കേൾക്കുന്ന അബൂബക്കറെ ഇത് അല്ലാഹുവിന്റെ റസൂലല്ലേ ഒക്കുമരെ എന്തൊരു സംശയ അബൂബക്കറെ നങ്ങാടെങ്കിലും ഒന്ന് ഷഹീദായെങ്കിലും സ്വർഗ്ഗത്തിലല്ലേ ഒക്കുമരെ പിന്നെന്റെ പേടി അബൂബക്കറെ അങ്ങ് ബാത്തിലല്ലേ അങ്ങനെ മരിച്ചങ്ങ് നരകത്തിലല്ലേ ഒക്കൂ പിന്നെന്റെ ഉമരെ പിന്നെന്ത് അബൂബക്കറെ ഇങ്ങനെല്ലാം അല്ലാഹുവിന്റെ റസൂൽ ഒപ്പം അങ്ങനെ പടക്കത്തെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചൊല്ലു സബറോട് കോറു ഉമരേ അത് അല്ലാഹുവിന്റെ റസൂലാണ് അല്ലാഹുവിന്റെ റസൂലെ അല്ലാഹു ഒരിക്കലും പോലും കൈകൊടില്ല അതുകൊണ്ട് ക്ഷമിക്കോറു ഉമരേ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ എല്ലാ എഗ്രിമെന്റിന്റെ പോയിന്റും അങ്ങനെ എല്ലാ ഒപ്പന്തത്തേക്ക് അല്ലാഹുവിന്റെ റസൂൽ സമ്മതിച്ചു കൊടുത്തിട്ട് ചൊല്ലുടൂ ബേജാറാവണ്ട സ്വഹാബ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ബേജാറാവണ്ട സ്വഹാബ ഞങ്ങൾ എല്ലാവരും ഉടമേ തഹല്ലുലായിട്ട് ഇഹ്റാം കെട്ടിയ ഉംറത്തെ ഞങ്ങൾ ഇഹ്റാമിന്റെ പുറത്ത് പോയിട്ട് ഞങ്ങൾ തഹല്ലുലായിട്ട് പിറകെ പോവാ ഒരേ ഒരു സ്വഹാബികം ഒപ്പില്ല 1400ഓളം സ്വഹാബികളുണ്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു നിങ്ങൾ കൊടഞ്ഞ മൃഗത്തെ ഉടമേ അർപ്പിട്ട് തഹല്ലുലാവോരൂ ഒരേ ഒരു സ്വഹാബി ഒപ്പാടിക്കൊമ്പുത്തുകോ അല്ലാഹുവിന്റെ റസൂൽ നേരെ പെഞ്ഞായി ഉമ്മു സലമ ബിവിരുട്ടിക പോയിട്ട് ഉമ്മു സലമ അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബിക നാ ചൊന്നതിനെ കേട്ടോണ്ടില്ല നിന്റെ സ്വഹാബിക ഉംറ ചെയ്യണ അങ്ങ പോടില്ല അങ്ങ അഗ്രിമെന്റ് ആക്കിരാറ് ആ അഗ്രിമെന്റ് നാണ് ഒത്തുരെ നിന്റെ സ്വഹാബികളുടെ മനസ്സുകത്ത് സഹിച്ചോണ്ടില്ല അങ്ങനെ ഒക്കൊടുകു തയ്യാറായോണ്ടില്ല ഉംറ ചെയ്യാണ്ട് പിറകെ പോണ് കൊത്തോണ്ടില്ല ചൊല്ലുകൊത്തുകു അല്ലാഹുവിന്റെ റസൂലെ പെഞ്ഞായി ഒരു ഹിക്മത്ത് ചൊന്നു കൊടുക്കൂ ഞങ്ങളെ ഉമ്മയായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ അല്ലാഹുവിന്റെ റസൂലെ ഫിർസത്തെ പെഞ്ഞായി ചൊന്നു കൊടുക്കൂ നബി അങ്ങനൊട്ടിക ആൾക്കിട്ട് നിങ്ങൾ തഹല്ലുലാവോരോട് ചൊല്ലണ്ട നബിയേ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മുന്നിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂൽ മൃഗത്തെ അടുത്തിട്ട് നബി തങ്ങൾ തഹല്ലുലാവോരു നബിയേ അങ്ങനെ തഹല്ലുലാവണു ചൊല്ലണ്ട അല്ലാഹുവിന്റെ റസൂൽ തഹല്ലുലായി കാട്ടോറു ഇഹ്റാമിന്റെ പുറത്ത് വന്ന് കാട്ടോറു അതപ്പതിനെ അനുസരിക്കടാറ് ചൊല്ലുമ്പോ പെഞ്ഞായിയുടെ പലക കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മൃഗത്തെ അറുത്തു കൊടുക്കുമ്പോ എല്ലാ സ്വഹാബികളും തഹല്ലുലായാറ് ബേജാറോടുകൂടെ മദീനത്തേക്ക് മടങ്ങിയാറ് അത്തരക്കും ക്രൂരത കാട്ടിയ മക്കത്തെ മുശ്രിക്കീങ്ങളില്ലേ ആ മക്കത്തെ മുശ്രിക്കീങ്ങളെ കുറിയ സമയത്തില് അല്ലാഹുവിന്റെ റസൂൽ തിരിച്ചു കൊടുക്കറാ ആ മക്കത്തെ മുശ്രിക്കീങ്ങളെ മുട്ടുകുത്തുപാട്ടരാ സബറുകളുടെ പ്രതിഫലമായിട്ട് അല്ലാഹുവിന്റെ റസൂലെ സഹനകുള്ള പ്രതിഫലമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മക്കത്തെ അധികാരത്തെ അല്ലാഹു കൊടുക്കറാ അല്ലാഹുവിന്റെ റസൂലും 10,000ഓളം സ്വഹാബികള് മദീനത്തെ മക്കത്തേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ആ കഅബാലയത്തെ തവാഫ് ചെയ്യുക പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്പഷ്ടമായ സന്ദേശത്തെ സ്വഹാബികൾ കൊടുക്കുന്നു സ്വഹാബ ഇത് പ്രതികാര തീർക്കുള്ള സമയമല്ല ഒരേ ഒരു സത്യനിഷേധിനെ കൊന്നുകുത്തീരാ ഒരേ ഒരു സത്യനിഷേധിനെ ചോരയിത്തുകുത്തീരാ ഒരാളും ഒരു പെണ്ണുങ്ങളെമാ ഒരു മക്കളെമാ ഒരു വയസ്സിനങ്ങളെമാ മുമ്പലാക്കുകുത്തീരാ നിന്റെ സ്വഹാബത്ത് നിന്റെ മാതൃക പിൻപറ്റണു അല്ലാഹുവിന്റെ റസൂലും 10,000 സ്വഹാബികൾ മദികത്തുകു ദൂരം പൊത്തുകൂ അല്ലാഹുവിന്റെ റസൂലെ ശത്രുക്കൾ പേടിച്ച് വിറച്ചില്ലേ കാരണം ഞങ്ങൾക്ക് എല്ലാ ക്രൂരത കൂടി പ്രതികാര തീർക്കുവാറ് അല്ലാഹുവിന്റെ റസൂല് പ്രതികാരമില്ല അല്ലാഹുവിന്റെ റസൂല് പകയില്ല ഇസ്ലാമിലുള്ള സന്ദേശത്തിൽ പകയില്ല മോനെ
ഹബീബായ റസൂലുള്ളാഹി തങ്ങള് കഅബാലയത്തെ താക്കോല് തന്റെ കൈക്ക് പറകുണ്ടോ ചൊന്നുള്ളേ ആ മനുഷ്യൻ അണ്ടും ഹയാത്തുണ്ടോ മുഹമ്മദേ നീന് ചൊല്ലിയ പോലെ കഅബാലയത്തെ അധികാരം നിങ്ങളെ കയ്യിൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ എല്ലാവരും നശിച്ചു പോയിട്ടിരിക്കണോ ചൊന്ന ആളുണ്ടല്ലേ അയാളും അണ്ട് ഹയാത്തുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കഅബാലയത്തെ താക്കോലുണ്ടോ ഹബീബായ തങ്ങളെ സ്വഹാബിക ഒന്ന് കഅബ തുറന്നു കിട്ടണോ ചൊന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ സന്ദർഭത്തെ ഓർത്തു പോണ്ടാറ് നബിയേ ഞങ്ങൾ എത്ര കൊതിച്ചതാവോ ഈ കഅബാലയത്തെ മുട്ട നിന്നിട്ടൊന്ന് ഖുർആൻ ഓതുകോ ഈ കഅബാലയത്തൊന്ന് തവാഫ് ചെയ്യുകോ ഈ കഅബാലയത്തെ വന്ന് ഉൽക പോണുകോ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലുണ്ട് താക്കോലുണ്ടോ പല സ്വഹാബികളും കൊതിച്ചാറ് അല്ലാഹുവിന്റെ റസൂൽ ആ താക്കോല് നിന്റെ കയ്യിൽ തരുന്നു അല്ലാഹുവിന്റെ റസൂൽ നിന്റെ കയ്യിൽ തരുന്നു അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തെ താക്കോല് സൂക്ഷിക്കണോ നിന്റെ നിയമിക്കണോ ഒരുപാട് ആളുമാർ ഇങ്ങനെ കൊതിക്കൊമ്പത്തുകോ അല്ലാഹുവിന്റെ റസൂൽ സ്വന്തം മർമോനായ അലിയാർ തങ്ങളുണ്ടല്ലേ യാ റസൂലല്ലാഹ് നബിയേ താക്കോല് നിന്റെ കയ്യിൽ തരുന്നു നബിയേ അല്ലാഹുവിന്റെ റസൂൽ കഅബത്തെ താക്കോല് നിന്റെ കയ്യിൽ തരുന്നു നബിയേ ഈമാനുള്ള മനുഷ്യന്മാർക്ക് ഏത് സന്ദർഭത്തിൽ വേണമെങ്കിലും ദാനതിരെ തുറന്നു കൊടുക്കുന്ന നബിയേ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തുള്ള മുസ്ലിമേ പകരം അല്ലാഹുവിന്റെ റസൂൽ ആ താക്കോല എന്താക്കുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തെ മുന്നിൽ വന്നിട്ട് നാളൊന്ന് കഅബാലയത്തെ ഉൾക കാണുക വേണ്ടിയിട്ട് നിന്റെ റബ്ബിന് വേണ്ടി വന്ന് സുജൂദ് ചെയ്യുക വേണ്ടിയിട്ട് കഅബാലയത്തെ തുറന്നു തറന്നു ചൊല്ലുമ്പോ തുറക്കൊടുക്ക് സമ്മതിക്കാതെ നിഷേധിയായ മനുഷ്യരുണ്ടല്ലോ അയാളെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കട് ഐന ഉസ്മാൻ കഅബാലയത്തെ സംരക്ഷിക്കുന്ന പാരമ്പര്യമുള്ള ഖുറൈശികളുള്ള ആരല്ലേ അങ്ങനെപ്പെട്ട ഉസ്മാൻ എവിടെ സ്വഹാബത്ത് ഉസ്മാന്റെ കൊണ വന്ന് നിപ്പാട്ടം വന്നു അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചിട്ട് താക്കോല് കൊടുക്കുന്ന ഉസ്മാൻ കഅബാലയത്തെ തുറക്കുന്ന അധികാരം നിങ്ങൾക്കാണ് അല്ലാഹുവിന്റെ റസൂലുക്ക് കഅബ തുറന്നു കൊടുക്കാതെ അല്ലാഹുവിന്റെ റസൂലുക്ക് കഅബാലയത്തിലുള്ള നിസ്കാരത്തെ നിഷേധിച്ച് ആ സത്യനിഷേധിനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു ഇസ്ലാമിലെ പ്രതികാരമില്ല മോനെ ഇസ്ലാമിൽ തിരിച്ചിട്ട് ആക്രമിക്കലില്ല മോനെ അല്ലാഹുവിന്റെ റസൂലുക്ക് കഅബാലയത്തെ തുറക്കുന്നു സമ്മതിക്കാതെ മനുഷ്യനെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ താക്കോല് കൊടുക്കുമ്പോൾ അയാൾ നബി തങ്ങളുടെ സ്വഭാവം കണ്ട് കാലുക പോന്നില്ലേ കൊല്ലുക വന്ന ശത്രുക്കൾ പോലും അല്ലാഹുവിന്റെ റസൂലിനെ പിറകെണ്ടില്ലേ അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ ഒന്നും ആക്കുണുകാവാതെ കണിക്കുന്ന മനുഷ്യന്മാര് അതിൽപ്പെട്ട ഒരു സത്യനിഷേധിയായ ഫവാലാശുള്ള ഒരു മനുഷ്യന് നല്ല മൂർച്ചയുള്ള ചാകും പിടിച്ചിട്ട് അതിനെ മറച്ചു വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ പിറകെ കഅബാലയത്തെ ചുറ്റും നടന്നുകൊണ്ട് പറമ്പുത്തുകോ ആളില്ലാതെ സന്ദർഭത്തിൽ നബിക്ക് കുത്തുറാച്ചൊന്ന് കാക്കുമ്പത്തുകോ അല്ലാഹുവിന്റെ റസൂൽ അറിയിച്ചു കൊടുക്കുന്നു അല്ലാഹുവുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചങ്ങായി ജിബ്രീലുണ്ടോ അല്ലാഹുവിന്റെ റസൂലിന് സന്ദേശം കിട്ടരെ ചാക്കിനൊടുക്ക് പിറകെ ഒരാളുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ഒരേ ഒരു തിരിയലിങ്ങനെ തിരിയുമ്പത്തുകോ ഫവാലയുടെ കൈകാല പറക്കുക തുടങ്ങട് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കട ഫവാല നീ ഫവാലല്ലേ നീന് ഫവാലല്ലേ എന്തിനാക്കടേ എന്റെ നിന്റെ പിറകെ നടക്കടേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 10,000 സൈന്യമുണ്ടോ അല്ലാഹുവിന്റെ റസൂലുക മക്കത്തിലുള്ള എല്ലാ ആളുമാരെ അണ്ട് നിർനാമമാക്കടെങ്കിലും സ്വഹാബത്തുക കുറത്തില്ല സ്വഹാബത്തുക ചൊമ്മനേറെ ബറാല എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലുക ചാക്കുടനുക പിറകെ വന്നെ ആലിട്ട് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കട് ഓണ എന്തുക നിന്റെ പിറകെ ബണ്ടേ നല്ല മൂർച്ചയുള്ള ചാക്ക് പിടിച്ച ആള് ഫവാല ചൊല്ലോട് നബിയേ നാടിങ്ങനെ ദിക്റ് ചൊന്നോണ്ട് നടന്നുകൊണ്ടുള്ള നബിയേ വേറെ എന്തും നിന്റെ ഒട്ടിക ഉദ്ദേശമില്ല അയാള് പേടിച്ചിട്ട് കളവ് ചൊല്ലുമ്പോ അയാളുടെ മുഖം നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുണ്ടോ അല്ലാഹുവിന്റെ റസൂൽ ചാകുടുക പറഞ്ഞ ആള് കൊണ്ടുണ്ടോ ഫളഹികൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കടേ ചാകുടുക വന്നിട്ട് നാളെ ദിക്റ് ചൊന്ന നടക്കരേണ്ട ചൊന്ന
ആളുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കട് നബി തങ്ങൾക്ക് വേണമെങ്കിൽ സ്വഹാബ നന്റെ കൊല്ലുക വന്ന ആളുടെ നോക്കോറോട് ചൊല്ലാന്ത് അല്ലാഹുവിന്റെ റസൂലുക മനസ്സില്ല ശത്രുക്കളെ പോലും സ്നേഹിക്കുന്ന മനസ്സുള്ള അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തിന് മാതൃക കാട്ടിയ അല്ലാഹുവിന്റെ റസൂൽ ഫളാലയുടെ നെഞ്ഞിക കൈവച്ച് ചൊല്ലുടോ പിരിശപ്പെട്ട ഫളാല അല്ലാഹുവിന്റെ മാഫ് കേട്ടുക ജീവിതത്തിൽ വന്ന എല്ലാ ദോഷത്തിനും അല്ലാഹുവിന്റെ മാഫ് കേട്ടുക ഫളാല ചൊല്ലെ മനുഷ്യ ചൊല്ലുടോ അല്ലാഹുവിന്റെ റസൂൽ മോചിതത്തിന്റെ കൈയുണ്ടല്ലേ നിന്റെ നെഞ്ഞികയുടെ താണ്ടലോട് കൂടി നിന്റെ മനസ്സിലൊരു മിന്നെറിഞ്ഞ പോലത്തെ അനുഭവമാണ് നിന്റെ മനസ്സിലെ ഏറ്റവും പകയിന്റെ മുഹമ്മദ് ഒട്ടികയാണെങ്കിൽ നെഞ്ഞിക കൈവച്ചിട്ട് കൈയുടെ പിറകെടുക്കലോടുകൂടി നിന്റെ മനസ്സിൽ പിന്നെ സ്വന്തം തടിരെ കാണാറ് മഹബത്തുള്ളത് അല്ലാഹുവിന്റെ റസൂല് കൂടെയാണ് അല്ലാഹുവിന്റെ റസൂല് കൂടെയാണ് ശത്രുടെ പോലും നല്ല കുനോച്ചുടെ മനസ്സുള്ള നേതാവുണ്ടല്ലേ ആ നേതാവിടെ കൈപിടിച്ച് മുട്ടിട്ട് ഫദാല ഷഹാദത്ത് കലിമ ചൊന്നിട്ടോ കൊല്ലുക പിടിച്ചോണ്ട് വന്ന ചാക്കടെ മടക്കി പിടിച്ചിട്ട് സ്വന്തം ഔത്തുക പോയിട്ട് പെഞ്ഞായിര കാണുമ്പോ ഫദാല ചൊല്ലുടോ സ്വഹാബിയായ ഫദാല റളിയല്ലാഹു അൻഹു ചൊല്ലുടോ ഖലത് ഹലുമ്മ ഇലൽ ഹദീസി ഫഖുൽതു ലാ യഅബാ അലൈകില്ലാഹു വൽ ഇസ്ലാമു ലൗ മാ റഅയ്തി മുഹമ്മദൻ വഖബീലഹു بالفتح يوم تكسر الأصنام لرأيت دين الله أضحى بينا والشرك يغشى وجهه الإسلام ഹബീബായ തങ്ങളെ കൊല്ലുക ചാക്കും പിടിച്ച് വലിയ ശത്രുവായ മനുഷ്യനെ ചൊല്ലടോ എന്നെ പിരിച്ചപ്പെട്ട പെഞ്ഞായ ഇസ്ലാമുടെ നീന എന്തിനേട്ട് പേരിച്ചര മുസ്ലിമുടെ എന്തിനേട്ട് പേരിച്ചര മുഹമ്മദിനെ എന്തിനേട്ട് പേരിച്ചര ഞങ്ങളെ എല്ലാവരും നിർനാമമാകുന്ന ഞങ്ങൾക്ക് സമയമില്ല എന്നിട്ട് പോലും ഞങ്ങളെ നല്ല അവളെ ആഗ്രഹിച്ചില്ലേ ഇസ്ലാമുക എന്തൊരാകുണുകം എന്റെ അധികാരത്തെ അല്ലാഹു കൊടുത്തിട്ട് പോലും ഞങ്ങളുടെ പ്രതികാര തീർത്തില്ല അല്ലേ ഞങ്ങളെ ഇനിയും നല്ല അവളെ ആഗ്രഹിച്ചില്ലേ അതുകൊണ്ട് ഇസ്ലാം വേണ്ടാത്ത മതമല്ല ഇസ്ലാം അക്രമികളെ തിരിച്ചക്രമിക്കുന്ന മതമല്ല ഇസ്ലാം ശത്രുക്കളെ കൊല്ലുണോ ചൊല്ലുന്ന മതമല്ല അല്ലാഹുവിന്റെ ഖുർആനിൽ മുസ്ലിം അല്ലാത്തവരെ കൊല്ലുണോ ചൊല്ലുന്ന എവിടെയുമില്ല അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കില് കാഫിരികളെ കൊല്ലുണോ എവിടെയുമില്ല അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ കേൾക്കുന്ന ബാങ്കില് കാഫിരികളെ ഉറക്കടെ നഷ്ടപ്പെടുത്തുന്നോ ചൊല്ലുന്ന സന്ദേശമില്ല അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന്റെ പഠിപ്പാഠ മദ്രസത്തിൽ ഭയോത്പാദനയില്ല ഭീകരവാദമില്ല ഉഗ്രവാദമില്ല ഉഗ്രവാദി അവന് കൊല്ലവരും സംഘടന വാർത്തെടുക്കുന്ന ഇസ്ലാം തയ്യാറല്ല മരിച്ചിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പാട്ടത് അല്ലാഹുവിന്റെ പള്ളിയുടെ ഉൽക പഠിപ്പാട്ട ഇൽമെന്തര കൊണ്ടുള്ള അല്ലാഹുവിന്റെ മദ്രസത്തിൽ പഠിപ്പാട്ട ഇൽമെന്തര കൊണ്ടുള്ള എല്ലാ മനുഷ്യന്മാരെ ഒരുപോലെ സ്നേഹിക്കുന്നു ശത്രുടെ പോലും സ്നേഹിക്കുന്നു അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ കേൾക്കട്ടെ ബാങ്കട എതിർക്കുന്നു ബാങ്കട ശബ്ദത്തെ കേൾക്കുണുകാവാത്ത ചില സഹോദരന്മാർ അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ കേൾക്കട്ടെ ബാങ്കട ശബ്ദത്തിന് അനുമാന ചാലീസ് ചൊല്ലുന്നതിന്റെ പേരുള്ള ജോറ് ശബ്ദമുണ്ടാക്കുമ്പോ ഇസ്ലാമുടെ അനുയായിയായ ഒരു സഹോദരൻ ചൊല്ലോടോ നിനക്ക് അഭിമാനമുണ്ടോ മുസ്ലിമീങ്ങൾക്ക് അഭിമാനമുണ്ടോ അബ്ദുൽ റസാഖ് ചൊല്ല ഒരു സഹോദരന് ചാനലിൽ പല ആളുമാറും കണ്ടാള് മാറാണ് ഏതെങ്കിലും സംഘടനയുടെ ആളുമാരെ തൃപ്തിപ്പെടുത്തുന്നു ചൊല്ലതല്ല ഏതെങ്കിലും സംഘടനയുടെ ആളുമാരെ മനസ്സുക്ക് സമാധാനം കിട്ടുക വേണ്ടി ചൊല്ലതല്ല അബ്ദുൽ റസാഖ് ചൊല്ലിയ സഹോദരനെ ചൊല്ലോടോ അനുമാന് ചാലീസാവട്ടെ ഏത് വേണമെങ്കാവട്ടെ അല്ലാഹുവിന്റെ പള്ളിയുടെ ജാനക വന്ന് ശബ്ദിക്കൊണുക വന്നതാണെങ്കിൽ പോലും ഞങ്ങളെ വായിലെ കട വന്നാള് ഞങ്ങളെ ബിരുദരാട് ഞങ്ങളെ അതിഥിയാട് മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയകുരിമ ദൈഫഹു വലാ
ഖൽബുൽ ഈമാനുണ്ടാ, അള്ളാന്റെ വിശ്വാസം നിന്റെ മനസ്സിലുണ്ടാ, ഈമാന്റെ പ്രകാശമുണ്ടാ, നാളെ മരിക്കണുകൊണ്ടോ ചുണ്ട ചിന്തയുണ്ടാ, ഇതുപോലത്തെ പള്ളിയുടെ പരിസരത്തിലേക്ക് അടക്കണുകൊണ്ടോ ചുണ്ട ബോധമുണ്ടാ, ജീവിതത്തിൽ ചെയ്ത എല്ലാ നല്ലതും നടക്കും അള്ളാന്റെ മുന്നിൽ രേഖപ്പെടുത്തുന്നുള്ള റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് നാളെ അങ്ങനെ ബലത്തെയും ഇടയ്ക്ക് കുഞ്ചിലെ എന്തിനെ കണികര മലൈക്യങ്ങൾ അങ്ങനെ ബുക്കുടെ റെക്കോർഡ് തുറന്ന് പോയിക്കൊണ്ടുകൊണ്ടോ ചുണ്ട പേടി ഉണ്ടാ. എങ്കിലും നിന്റെ ബായിൽ കടവെന്ന് പറഞ്ഞ് നിന്റെ ബായിൽ കടവെന്ന് പിറന്തരെ ബഹുമാനിക്കണു. ഈ ആശയം മനസ്സിലാക്കിയവർ മുസ്ലിമോടോ അള്ളാന്റെ പള്ളിയുടെ മുന്നിൽ ഭാഗം എതിരായിട്ടുള്ള ശബ്ദിക്കൊണുക വേണ്ടി പല സഹോദരന്മാരാണെങ്കിൽ പോലും അങ്ങക്ക് കുടിക്കൊണുക സർവത്താക്കി കൊടുക്കോ. എന്റെ കാരണ ഇസ്ലാമുടെ സന്ദേശമാണ്. സമാധാനത്തെ അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ ഹിതാശക്തിയുള്ള ആളുമാര് ചില സംഘടനയുടെ ദുഷ്കാര്യത്തെ ചില സംഘടനത്തെ ദുഷ്പരിണാമം കൊണ്ടിട്ടോ ദുഷ്പ്രേരണ കൊണ്ടിട്ടോ ഈ സമുദായത്തിലും ഭാരതത്തെ ഓരോ പ്രജകൾക്ക് ഇവിടെ ഉള്ള സമാധാനത്തെ നഷ്ടപ്പെടുത്തിയതിന്റെ പേരില് ഞങ്ങളെ പല കാലത്തെ സാഹോദര്യ ബന്ധം തകർന്നു പോയില്ലേ. ഞങ്ങളെ ഒത്തൊരുമിച്ചിട്ടുള്ള ജീവന പെരുന്നാള് പറമ്പ് മുസ്ലിമേതരും സന്തോഷിക്കണേ, ദീപാവലി പറമ്പ് അങ്ങനെ ഹബ്ബത്ത് നങ്ങവും ശുഭകോരേ, ഇതുപോലത്തെ നല്ല നാളെല്ലാം നിശ്ചലമായോണ്ട് പോയില്ലേ. അതിനെ തിരിച്ചെടുക്കണു, അതിനെ വീണ്ടെടുക്കണു, ആ ഒരു ജീവനത്തെ മരളിപ്പടയണു. അതൊക്കെ വേണ്ടി നിന്റെ പിരിച്ചപ്പെട്ട സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തരേ. സഹബാലിത എണ്ണം മരളിപ്പടയലോ. ബഹുമാനപ്പെട്ട സരിസാട്ടിയില്ലാത്ത സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മഹിതമായ പ്രസ്ഥാനത്തെ കീഴിൽ കാര്യാചരണ ആക്കിക്കൊണ്ടുള്ള SKSSF ലോകത്ത് നല്ല ആദർശത്തെ കാട്ടിക്കൊടുത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമുണ്ടല്ലേ. താരീഖ് മൈക്കാലത്തിൽ വെച്ചിട്ട് അതാ 3 കെട്ടക മൈക്കാലത്തെ ടൗൺ ഹാളിൽ വെച്ചിട്ട് സൗഹാർദ്ദ സമ്മേളനത്തെ ഏർപ്പെടുത്തിയേ. എന്തിന്റെ ഉദ്ദേശ സഹബാൽയുടെ മരളിപ്പടയുള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ കാട്ടി തന്നെ സന്ദേശത്തിൽ ഞങ്ങൾ ജീവിക്കണോ തയ്യാറാണ്. അത് കാറും അടിയാ